വർക്ക് ടൈം പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വേറെ ഒരു മെത്തേഡാണ് വേരിയേഷൻ മെത്തേഡ്. വേരിയേഷൻ എന്ന് പറയുന്നത് 3 ടൈപ്പ് ഉണ്ട്: ഡയറക്റ്റ്, ഇൻഡയറക്റ്റ് ആൻഡ് കോമ്പൗണ്ട് വേരിയേഷൻ. ഡയറക്റ്റ് വേരിയേഷൻ എന്ന് പറയുന്നത് ഒരു ക്വാണ്ടിറ്റി കൂടുന്നതിനനുസരിച്ച് മറ്റൊരു ക്വാണ്ടിറ്റിയും കൂടുന്നു, അല്ലെങ്കിൽ കുറയുന്നതിനനുസരിച്ച് മറ്റൊരു ക്വാണ്ടിറ്റിയും കുറയുന്നു. ഇൻഡയറക്റ്റ് വേരിയേഷൻ എന്ന് പറയുന്നത് ഒരു ക്വാണ്ടിറ്റി കൂടുന്നതിനനുസരിച്ച് മറ്റേ ക്വാണ്ടിറ്റി കുറയുന്നു. കോമ്പൗണ്ട് വേരിയേഷൻ ഇസ് എ കോമ്പിനേഷൻ ഓഫ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് വേരിയേഷൻ. അതായത് ഒരു വേരിയബിൾ ഒന്നിൽ കൂടുതൽ ക്വാണ്ടിറ്റീസുമായി റിലേറ്റഡ് ആയിരിക്കും. ദേ ക്യാൻ ബി റിലേറ്റഡ് either directly or indirectly or a combination of both. ഇവിടെ 3 ക്വാണ്ടിറ്റീസ് കൺസിഡർ ചെയ്യാം: ക്വാണ്ടിറ്റി യു, വി ആൻഡ് ഡബ്ല്യു. ഈ 3 ക്വാണ്ടിറ്റിയും തമ്മിൽ റിലേറ്റഡ് ആണ്. ദേ ആർ ആൻ എക്സാമ്പിൾ ഓഫ് കോമ്പൗണ്ട് വേരിയേഷൻ. ഇവിടെ ക്വാണ്ടിറ്റി യുവിന് എ എന്ന് പറയുന്ന വാല്യൂ അസ്യൂം ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റി വി ആൻഡ് ഡബ്ല്യുവിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസാണ് അതേ റോയിൽ ബി ആൻഡ് ഡി ആയിട്ട് കൊടുത്തിരിക്കുന്നത്. സോ കോമ്പൗണ്ട് വേരിയേഷൻ യൂസ് ചെയ്ത് എങ്ങനെ ഒരു അൺനോൺ ക്വാണ്ടിറ്റിയെ കണ്ടുപിടിക്കാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഹിയർ എക്സ് ഇസ് ദി അൺനോൺ ക്വാണ്ടിറ്റി. എക്സ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി യുവിൻ്റെ അൺനോൺ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ വി ഹാവ് ടു സീ ഹൗ ദി അതർ 2 ക്വാണ്ടിറ്റീസ് വേരി വിത്ത് റെസ്പെക്ട് ടു യു. സോ നമുക്ക് 3 കേസസ് കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി വി ആൻഡ് ഡബ്ല്യു ഡയറക്റ്റ്ലി വേരീസ് വിത്ത് യു. അതായത് യു ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് വിയും ഡബ്ല്യുവും ഇൻക്രീസ് ചെയ്യുന്നു. സോ എക്സ് വിൽ ബി ഈക്വൽ ടു എ ഇൻറ്റു, ഇവിടെ ബി ബൈ സി എന്നുള്ളതിൻ്റെ റെസിപ്രോക്കലായിരിക്കും എടുക്കുന്നത്. ഡയറക്റ്റ് വേരിയേഷൻ ആയതുകൊണ്ട് റെസിപ്രോക്കലാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ഇറ്റ് വിൽ ബി ഇൻറ്റു സി ബൈ ബി ഇൻറ്റു ഇ ബൈ ബി. നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് we'll consider quantity V and W to vary indirectly with respect to U. അതായത് U increase ചെയ്യുന്നതിനനുസരിച്ച് Vയും Wയും decrease ചെയ്യുന്നു. So the unknown quantity X is equal to A into കൊടുത്തിരിക്കുന്നത് പോലെ തന്നെ എഴുതും. So B by C into D by E. So in the next case, quantity U indirectly varies with V and directly varies with W. അതായത് യു ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് വി എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഡിക്രീസ് ചെയ്യുകയും ക്വാണ്ടിറ്റി ഡബ്ല്യു എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്നു. ഇൻ ദാറ്റ് കേസ് അൺനോൺ ക്വാണ്ടിറ്റി എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു, ഇവിടെ ആദ്യത്തെ ക്വാണ്ടിറ്റി ഡിക്രീസ് ചെയ്യുന്നത് കൊണ്ട് അതേപോലെ തന്നെ ഫ്രാക്ഷൻ എഴുതും, ബി ബൈ സി. ദ സെക്കൻഡ് ക്വാണ്ടിറ്റി ഇസ് ഇൻക്രീസിങ് വിത്ത് റെസ്പെക്ട് ടു യു, അതുകൊണ്ട് റെസിപ്രോക്കൽ എടുക്കും, വിച്ച് ഇസ് ഇൻറ്റു ഇ ബൈ ഡി. ഇനി ഈ ഒരു ഫോർമുല എങ്ങനെ വർക്ക് ടൈം പ്രോബ്ലംസിൽ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. ദ വേജസ് ഓഫ് 10 വർക്കേഴ്സ് ഫോർ 6 days in a week is 1200 rupees. What is the wage for 1 day for 4 workers? സോ ഫസ്റ്റ് എന്താണ് അൺനോൺ ആയിട്ടുള്ള ക്വാണ്ടിറ്റി എന്ന് കണ്ടുപിടിക്കുക. അതിനെ എക്സ് എന്ന് നെയിം ചെയ്യുക. സോ ലെറ്റ് എക്സ് ബി ദ വേജസ് ഫോർ ദി വർക്കേഴ്സ് ഫോർ 1 day. തന്നിരിക്കുന്ന ഇൻഫർമേഷനെ ടാബുലേറ്റ് ചെയ്യുക. സോ 1200 എന്ന് പറയുന്ന വേജസ് 10 വർക്കേഴ്സിന് 6 daysനാണ്. സോ വിൽ ഹാവ് 3 columns which will be wages, workers and days. 3 columnത്തിൽ ഫസ്റ്റ് റോ എന്ന് പറയുന്നത് 1200, വർക്കേഴ്സ് എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് വർക്കേഴ്സ് വിൽ ബി 10, കറസ്പോണ്ടിങ് ഡേയ്സ് വിൽ ബി 6. നെക്സ്റ്റ് എന്ന് പറയുന്നത് വേജസ് എന്ന് പറയുന്ന അൺനോൺ ക്വാണ്ടിറ്റിയാണ്. സോ എക്സ്. നമ്പർ ഓഫ് വർക്കേഴ്സ് വിൽ ബി 4 ആൻഡ് ദ നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറയുന്നത് 1 day ആണ്. ഇനിയും വേജസിൻ്റെ കോളത്തിലാണ് എക്സ് ഉള്ളത്. സോ വർക്കേഴ്സും ഡേയ്സും വേജസുമായി എങ്ങനെ വേരി ചെയ്യുന്നു എന്നാണ് നമ്മൾ നോക്കേണ്ടത്. സോ ആസ് ദ നമ്പർ ഓഫ് വർക്കേഴ്സ് ഇൻക്രീസ് ദ വേജസ് ഓൾസോ ഇൻക്രീസസ്. അടുത്തത് ഡേയ്സ് എങ്ങനെ വേജസുമായി വേരി ചെയ്യുന്നു എന്നാണ് നോക്കേണ്ടത്. നമുക്ക് നോക്കാം. ഡേയ്സ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് തന്നെ വേജസും കൂടിക്കൊണ്ടിരിക്കുകയാണ്. എത്ര ദിവസം ജോലി ചെയ്യുന്നു അത്രയും തന്നെ വേജസ് കൂടുന്നു. സോ ഹിയർ ബോത്ത് വർക്കേഴ്സ് ആൻഡ് ഡേയ്സ് വേരി ഡയറക്ട്ലി വിത്ത് റെസ്പെക്ട് ടു വേജസ്. സോ ഇവിടെ രണ്ടും ഡയറക്റ്റ് വേരിയേഷനാണ്. ഇനിയും മുമ്പേ പഠിച്ച ഫോർമുല വെച്ച് വി ക്യാൻ സേ ദി അൺനോൺ എക്സ് ഇസ് ഈക്വൽ ടു 1200 ഇൻറ്റു റെസിപ്രോക്കൽസ് ആണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, 4/10 ഇൻറ്റു 1/6 which is equal to 80. Therefore,
80 rupees is given to 4 workers for a day. ഇനി അടുത്തൊരു പ്രോബ്ലം നോക്കാം. 20 men can complete 1/3 of a work in 20 days. How many more men should be employed to finish the rest of the work in 25 more days? First of all, unknown ആയിട്ടുള്ള ക്വാണ്ടിറ്റി നമ്മൾ x ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. So here, how many more men should be employed to finish the rest of the work എന്നാണ് ചോദിച്ചിരിക്കുന്നത്. So let x be the extra number of people that has to be employed to complete the work. ഇനിയും നമ്മൾ ടാബുലേറ്റ് ചെയ്യുന്നു. തന്നിരിക്കുന്ന ഇൻഫർമേഷനെ എങ്ങനെ ടാബുലേറ്റ് ചെയ്യാം? 3 കോളംസായി, അതായത് വർക്ക്, ഡേയ്സ് ആൻഡ് വർക്കേഴ്സ്. സോ ഫസ്റ്റ് കേസിൽ നമുക്ക് ഫസ്റ്റ് സെൻറ്റൻസിൽ നിന്ന് തന്നെ നമുക്ക് ഫസ്റ്റ് റോ ഫില്ല് ചെയ്യാം. 20 men can complete 1/3 of a work in 20 days. So the work will be 1/3, days will be 20, and the workers will be 20. ഇനിയും സെക്കൻഡ് കേസിൽ നമ്മുടെ വർക്ക് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ചെയ്യേണ്ട വർക്കാണ്. അതായത് കംപ്ലീറ്റ് വർക്കിൽ നിന്നും 1/3 കംപ്ലീറ്റ് ചെയ്തു. So we have 2/3 of the work to be completed. So the next case is 2/3 of the work. Now number of days ആണ് 25 more days ആണ് എന്ന് കൊടുത്തിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. സോ 25. Now the number of workers to be employed എന്ന് പറയുമ്പം ഓൾറെഡി 20 ആൾക്കാരുണ്ട്, നമ്മൾ എക്സ് നമ്പർ ഓഫ് ആൾക്കാരെയും കൂടെ ആഡ് ചെയ്തു. സോ 20 + x ആണ് നമ്പർ ഓഫ് വർക്കേഴ്സ്. നെക്സ്റ്റ് ഇവിടെ അൺനോൺ ആയിട്ടുള്ള ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 20 + x ആയതുകൊണ്ട് തന്നെ വർക്കേഴ്സ് വിത്ത് റെസ്പെക്ട് ടു വർക്കേഴ്സ് ഹൗ വർക്ക് ആൻഡ് ഡേയ്സ് വേരി ചെയ്യുന്നു എന്നാണ് നോക്കേണ്ടത്. ഇവിടെ വർക്കേഴ്സ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് കൂടുതൽ ജോലി ചെയ്യാൻ പറ്റും. Therefore, work increases with respect to increase in workers. Next, days ആണ്. ഡേയ്സും വർക്കേഴ്സും എങ്ങനെ വേരി ചെയ്യുന്നു? വർക്കേഴ്സ് കൂടുന്നതിനനുസരിച്ച് കുറവ് സമയമാണ് ജോലി തീർക്കാൻ എടുക്കുന്നത്. സോ ഡേയ്സ് വിൽ ഡിക്രീസ് വിത്ത് റെസ്പെക്ട് ടു വർക്കേഴ്സ്. സോ ദിസ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് വേരിയേഷൻ. ഇനി മുമ്പേ ഡിസ്കസ് ചെയ്ത ഫോർമുല വെച്ച് 20 + x എന്താണെന്ന് കണ്ടുപിടിക്കാം. 20 + x is equal to 20 into ഫസ്റ്റ് വൺ ഇസ് വർക്ക്. വർക്ക് എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി വേരി ചെയ്യുന്നു. സോ വിൽ ടേക്ക് ദ റെസിപ്രോക്കൽ വിച്ച് ഇസ് 2/3 ഡിവൈഡഡ് ബൈ 1/3. നെക്സ്റ്റ് ഡേയ്സ് ഇൻഡയറക്ട്ലി വേരി ചെയ്യുന്നു. സോ വിൽ റൈറ്റ് ഇറ്റ് ആസ് സച്ച് വിച്ച് ഇസ് 20/25. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 20 + x is equal to 32. x is equal to 32 minus 20 which is 12. Therefore, I can say 12 more men are required to complete the work. Let's move on to the final problem of the video, which is A and B can complete a piece of work in 12 and 18 days respectively. A begins to do the work and they work alternatively one at a time for 1 day each. The whole work will be completed in how many days? This problem is different. So A and B work alternatively. A ഒരു ദിവസം വർക്ക് ചെയ്താൽ അടുത്ത ദിവസം B, അതിൻ്റെ അടുത്ത ദിവസം A, അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. തന്നിരിക്കുന്ന ഇൻഫർമേഷൻ വെച്ച് we can say what is the work done by A in 1 day and what is the work done by B in 1 day, which will be 1/12 and 1/18. Next aim എന്ന് പറയുന്നത് what is the work done by A and B in 2 days. 1 day A വരും, next day B വരും. So both of them 2 ഡേയ്സിൽ വർക്ക് ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് വർക്ക് ഡൺ ബൈ എ ഇൻ ദ ഫസ്റ്റ് ഡേ ആൻഡ് വർക്ക് ഡൺ ബൈ ബി ഇൻ ദ സെക്കൻഡ് ഡേ, വിച്ച് ഇസ് 1/12 + 1/18. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 5/36 എന്ന് കിട്ടും. 2 ദിവസം എയും ബിയും കൂടെ ജോലി ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്ന വർക്കാണ് 5/36. സോ അങ്ങനെ എത്ര പെയർസ് ഓഫ് ഡേയ്സ് വേണമെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. 5/36നെ ഏത് നമ്പറും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് 1മായി ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഒരു ഫ്രാക്ഷനെ കിട്ടുന്നത്. നമുക്ക് 7നുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ we'll get 35/36 which is close to 1. So that means you need 7 pairs of days to complete 35/36 of the work. 7 pairs of days എന്ന് പറയുമ്പോൾ 7 into 2, 14 days are required to complete 35/36 of work. 35/36 of the work complete ചെയ്തു 14 ഡേയ്സിൽ. ഇനി ബാക്കിയുള്ള വർക്കിന് എത്ര ഡേയ്സ് വേണമെന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്.
remaining amount of work is 1 minus 35 by 36, which is 1 by 36. 14 days കഴിഞ്ഞ് 15th day, odd daysലെല്ലാം A ആണ് വർക്ക് ചെയ്യുന്നത്. So, on the 15th day, A goes to work and A has to complete 1 by 36th of the work. പക്ഷേ ഒരു ദിവസം Aക്ക് 1 by 12th of the work കംപ്ലീറ്റ് ചെയ്യാം. 1 by 12 എന്ന് പറയുന്നത് 1 by 36-നെക്കാട്ടിലും കൂടുതലാണ്. സോ Aക്ക് ഒരു ദിവസം മൊത്തം വേണ്ട 1 by 36 വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ. A requires only part of 1 day to complete the work. ഇനി ഒരു ഡേയിലെ എത്ര പാർട്ട് വേണമെന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. For that, we'll use variation method. So create a table with work and time as 2 columns. ഇനി 1 by 12th of the workന് 1 day മതി. നെക്സ്റ്റ് എന്ന് പറയുന്നത് 1 by 36ന് എത്ര ടൈം വേണമെന്നാണ്. സോ ഐ വിൽ ടേക്ക് ദാറ്റ് ടൈം ആസ് എക്സ്. ഇനിയും വർക്ക് ഇൻ ടൈം എങ്ങനെ റിലേറ്റ് ചെയ്യുന്നു അതാണ് നോക്കേണ്ടത്. ടൈം ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് കൂടുതൽ ജോലി ചെയ്യാൻ പറ്റും. സോ ദേ വേരി ഡയറക്റ്റ്ലി. നമ്മൾ മുന്നേ പഠിച്ച ഫോർമുല വെച്ച് വി ക്യാൻ സേ വാട്ട് ഇസ് എക്സ്. എക്സ് ഇസ് ഈക്വൽ ടു 1 ഇൻറ്റു, ഇവിടെ ഡയറക്റ്റ്ലി വേരി ചെയ്യുന്നതുകൊണ്ട് റെസിപ്രോക്കലാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ഇറ്റ് ഇസ് 1 by 36 ഡിവൈഡ് ബൈ 1 by 12 വിച്ച് ഇസ് 12 by 36. അതെന്ന് പറയുന്നത് 1 by 3. So A requires only 1/3 of a day to complete the remaining work. So totally A'ക്കും B'ക്കും complete ചെയ്യാൻ എത്ര ഡേയ്സ് വേണം? 14 plus 1/3 of a day. So 14 1 by 3 days വേണം ഫുൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ. വർക്ക് ആൻഡ് ടൈം റിലേറ്റഡ് പ്രോബ്ലംസിലെ ലാസ്റ്റ് വീഡിയോ ആയിരുന്നു ഇത്. നമ്മൾ 3 കോൺസെപ്റ്റ് പഠിച്ചു. അതെങ്ങനെ വർക്ക് ആൻഡ് ടൈം റിലേറ്റഡ് പ്രോബ്ലംസിൽ അപ്ലൈ ചെയ്യാമെന്ന് കണ്ടു. Hope you all understood the concepts and their applications, and thanks for watching.